ഇന്ന് ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചെറുപയർ ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കണം. കണ്ടില്ലേ, ഈ ഒരു ലെവലിൽ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് 2 തവണ ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോരുത്, ഇതുപോലെ പരിപ്പ് പോലെ കിട്ടുകയും വേണം. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. അരയ്ക്കാനായിട്ട് ഒരു പച്ചമുളക് മതി, കൂടുതൽ എടുക്കണ്ട. ഇതുപോലെ നന്നായി ഒന്ന് അരച്ച് വന്നതിന് ശേഷം ഇപ്പോൾ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഞാനത് വേറൊരു പാനിലേക്ക് മാറ്റി ഞാൻ ഈ അരപ്പതിലേക്ക് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനത് ഇതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇത് താളിക്കാനായിട്ട് ഞാൻ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും വെച്ചിട്ട് ഞാൻ താളിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ സദ്യക്ക് ഉണ്ടാക്കുന്ന ചെറുപയർ പരിപ്പ് ഇതുപോലെ താളിക്കാറൊന്നുമില്ല. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് മുകളിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കൊടുക്കാറാണ് പതിവ്. ഞാനിപ്പോൾ ഇത് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്